സംസാരം ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ബീഫ് ഇഷ്ടമില്ലാത്തവരാരും എല്ലാവർക്കും ഇഷ്ടമാണ് ബീഫ്. എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. നല്ലൊരു ബീഫ് അച്ചാർ ഉണ്ടാക്കിയാലോ? നമുക്ക് ഉണ്ടാക്കാം അല്ലേ? കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. മുളക് പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് വളരെ പെട്ടെന്ന് വളരെ ടേസ്റ്റ് ആയിട്ട് നല്ലൊരു ബീഫ് അച്ചാറാണ് ഇന്ന് തയ്യാറാക്കുന്നത്. മല്ലിപ്പൊടി ഒന്നും ഞങ്ങൾ ഇതിൽ ചേർക്കുന്നില്ല. സാധാരണ നമ്മളൊക്കെ ഉണ്ടാക്കുമ്പോൾ മല്ലിപ്പൊടിയൊക്കെ ഇട്ട് ഇറച്ചി വേവിച്ചെടുത്താണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഞങ്ങൾ അതൊന്നും ഇല്ലാതെ എണ്ണയിൽ ഫ്രൈ ആക്കി എടുത്തിട്ടാണ് ഞങ്ങൾ ഈ അച്ചാർ തയ്യാറാക്കുന്നത്. നമുക്ക് പെട്ടെന്ന് ഇനി ജോലിക്കൊക്കെ പോകേണ്ടവർക്കാണെങ്കിൽ പോലും നമ്മൾ ഈ ഒരു അച്ചാർ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് കൊണ്ടുപോകാനും എളുപ്പം. അതോ അല്ല ഒരുപാട് കാലം നമുക്കിത് സൂക്ഷിച്ചു വെക്കാനും പറ്റും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനും ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാൻ ലവ്ലി. ഞാൻ ലെസ്ലി. ഇറച്ചി അച്ചാർ ഉണ്ടാക്കാൻ വേണ്ട ആവശ്യത്തിനുള്ള സാധനങ്ങൾ 500 ബീഫ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വാരി ഇവിടെ വൃത്തിയാക്കി എടുത്തു വെച്ചതാണ്. അതുപോലെ തന്നെ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചത്, ഉപ്പ്. ഇനി നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി പാൻ ഞങ്ങളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ നമുക്ക് ബീഫ് അതിനിട്ട് ഫ്രൈ ആക്കി എടുക്കാം. അച്ചാറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ബീഫ് മേടിക്കുമ്പോൾ നല്ല കഷ്ണങ്ങൾ നോക്കി വാങ്ങണം. നല്ല ദശയുള്ള നെയ്യൊന്നും ഉപയോഗിക്കരുത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കഷ്ണങ്ങൾ വേണം നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മേടിക്കാൻ വേണ്ടി. അപ്പം നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ലല്ലേ? വെള്ളം ഈ ഇറച്ചിയിലെ വെള്ളം നന്നായിട്ട് വറ്റണം, എന്നാൽ ഇത് കേടുകൂടാതെ ഇരിക്കുള്ളൂ. അപ്പോൾ വെള്ളം പറ്റിയ ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ലാസ്റ്റ് ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരുപാട് എണ്ണയുടെ ആവശ്യം വരുന്നില്ല. നമുക്കിനി ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്താലോ? ഉപ്പും മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ ഇറച്ചിയിലോട്ട് പിടിച്ചോളൂ. ഉപ്പൊക്കെ നമുക്ക് ഇറച്ചിക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇറച്ചിയിലേക്ക് ഉപ്പ് പിടിച്ചാലല്ലേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലേ? നമുക്ക് വെള്ളം പറ്റിച്ചെടുക്കാം. ബീഫിലെ വെള്ളം നന്നായിട്ട് പറ്റിയിട്ടുണ്ടല്ലേ? നന്നായിട്ട് പറ്റി കണ്ടോ, നല്ല ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ പറ്റിയ പച്ചയൊക്കെ പോയില്ല വെള്ളത്തിൻ്റെ. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഇനി ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അല്ലേ? എണ്ണയൊക്കെ കുറച്ച് ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ ഈ രീതി ചെയ്തെടുത്താൽ മതി അല്ലേ? ഇപ്പോൾ ഒരുപാട് എണ്ണയുടെ ആവശ്യം വരുന്നില്ലല്ലോ. ഇനി പെട്ടെന്ന് ഇത് ഉണങ്ങി കിട്ടും. ബീഫ് നന്നായിട്ട് വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കോരി വെക്കാം. എണ്ണ കിടന്ന് നന്നായിട്ട് ഫ്രൈ ആയില്ലേ? വെള്ളമൊക്കെ പറ്റി ഒത്തിരി അങ്ങോട്ട് ഡ്രൈ ആയി പോയിട്ടില്ല. എടുത്തൊന്ന് മുറിച്ച് തിന്നൊക്കെ നോക്കി. നല്ല മയമുണ്ട്. ബീഫ് നമ്മളിവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതേ രീതിയിൽ വേണം നമ്മൾ ഫ്രൈ ആക്കി എടുക്കാൻ. ഇപ്പം നല്ല സോഫ്റ്റ്, ഒരുപാട് ഡ്രൈ ആക്കി എടുക്കരുത്. ഇപ്പം ഈ രീതിയിലാണ് നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ്. അവർക്കൊന്നും എരിവിൻ്റെ ആവശ്യമില്ലല്ലോ, കൂട്ടി നന്നായിട്ട് കഴിച്ചോളൂ അവർ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചെയ്തെടുക്കാം. ഇനി നന്നായിട്ട് ഒന്നും കൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയാണ് നമ്മൾ മുളകൊക്കെ ഒന്ന് എണ്ണയിലൊന്ന് വഴറ്റി നമ്മൾ ചേർക്കുന്നത്. നമുക്ക് അത് തയ്യാറാക്കാം. നമ്മൾ അതിന് വേണ്ടി ഒരു പാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. 2 കുടം വെളുത്തുള്ളിയാണ് ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത്. അത് ചെറിയ കാനം കുറച്ച് അരിഞ്ഞെടുത്താണ്. അത് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടുതൽ ചേർത്ത് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇടയ്ക്ക് അച്ചാറിൻ്റെ കൂട്ടത്തിൽ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമുക്കൊന്ന് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അല്ലേ? ഇനി ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്. അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നതോടെ വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നാൽ ഈ കടുകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് എണ്ണ ഒഴിച്ചാലും ചെയ്യണമെങ്കിൽ ഒരല്പം കടുക് പൊട്ടിക്കുക അല്ലേ? നമ്മളിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് മുരിച്ച് ചേർക്കാൻ വേണ്ടിയാണ്. ഇഞ്ചി വെളുത്തുള്ളി ഒരു ലൈറ്റ് ബ്രൗൺ കളർ വരണം അല്ലേ? നന്നായിട്ട് മൊരിഞ്ഞ് വരണം. എന്നാലും അച്ചാറിൻ്റെ ആ ടേസ്റ്റ് കിട്ടുള്ളൂ അല്ലേ? ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. കൂടുതൽ തന്നെ മഴയും പെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഒന്ന് ആക്കിയെടുക്കാം. നല്ല മഴയാണ്. നമുക്ക് പെട്ടെന്ന് കരിവേപ്പില ഇട്ട് കൊടുത്താലോ? കരിവേപ്പില. അപ്പം അതിൻ്റെ കൂടെ 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഇളക്കിയെടുത്ത ശേഷം നമുക്കൊന്ന് പൊടികളും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കൂടെ തന്നെ 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, സാധാ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ചെറിയൊരു നിറമൊക്കെ കിട്ടാൻ വേണ്ടി. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ മൂപ്പിച്ചെടുക്കാം അല്ലേ? പിന്നെ കാശ്മീരിക്ക് തന്നെ നല്ലൊരു കളർ ഉണ്ടല്ലോ. ഇനി അല്പം ഒരു എരിവും കൂടിയൊക്കെ ആണെങ്കിൽ ഒരു 1/2 ടീസ്പൂണൊക്കെ കൂടി മുളക് കൂടി ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ കഴിക്കാനാണ് ഒരല്പം വേണ്ടല്ലോ. പൊടി ഉപ്പ് ചേർക്കാം. മസാലയിൽ ഉപ്പ് പിടിക്കാനല്ലേ? ബീഫിൽ നമ്മൾ കുറച്ച് ചേർത്തിട്ടുണ്ടല്ലോ. പിന്നെ വിനാഗിരിയും നമ്മൾ ചേർക്കുന്നുണ്ട്. അല്പം ഉപ്പ് മുന്നോട്ട് നിന്നോട്ടല്ലേ? ഒരല്പം ഇടട്ടെ? മതി അല്ലേ? നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് ഡാർക്ക് കളർ ആയിക്കോട്ടെ അല്ലേ?
മസാലയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഫ്രൈ ചെയ്ത ബീഫ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അല്പം ഗ്രേവി പോലെ അച്ചാർ ഇരിക്കണമെങ്കിൽ ഒരല്പം ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ അച്ചാറൊക്കെ നമ്മൾ ഏത് അച്ചാറാണെങ്കിലും അന്നേരം കൂട്ടരുത്. നന്നായിട്ട് ചൂടാറി കഴിഞ്ഞ ഒരു ഡപ്പിയിലൊക്കെ ഇട്ട് അടച്ച് വെച്ച് രണ്ട് ദിവസം കഴിഞ്ഞ് കൂട്ടുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ്. ആ പുളി എല്ലാം അതിലോട്ട് പിടിക്കും. അപ്പം നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം അല്ലേ? വിനാഗിരി ചേർത്ത് നമുക്ക് സ്റ്റൗ ശേഷം വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് തണുത്തോട്ടെ അല്ലേ? തണുത്ത ശേഷം നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തണുത്ത ശേഷം വിനാഗിരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരല്പം ആ പുളിക്ക് ആവശ്യമായ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇളക്കിയെടുക്കാം അല്ലേ? ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നോക്കിയിട്ട് ചെറിയൊരു വിനാഗിരി ചേർക്കാൻ ടേസ്റ്റ് ഉണ്ട്. നമ്മൾ റെഡി ആയില്ലേ? അടിപൊളി ബീഫ് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. ഇവിടെ സൂപ്പർ ബീഫ് അച്ചാർ റെഡി ആയിട്ടുണ്ട്. നല്ല മല്ലിപ്പൊടി ഒന്നും ചേർക്കാത്തതുകൊണ്ട് നല്ല മുരിഞ്ഞ് കണ്ടോ, നല്ല ചുമന്ന നിറത്തിലാണ്. ഇത് കേടുകൂടാതെ എത്ര നാൾ വേണേലും ഇരിക്കും. ഇപ്പോൾ വിദേശത്തൊക്കെ ഉള്ളവർക്കാണെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ ഒത്തിരി നാളിരിക്കും. കാരണം ഒരു നനവൊന്നും ഇല്ലാത്ത സ്പൂൺ കൊണ്ടൊക്കെ കോരി എടുക്കുവാണെങ്കിൽ ഒരുപാട് കാലം ഉപയോഗിക്കാം. നമ്മൾ അല്ലാത്തൊരു മസാലയൊക്കെ ഇടും, മല്ലിയിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ആ രീതിയിൽ അച്ചാർ ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഈ രീതിയിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് നല്ലൊരു ടേസ്റ്റാണെന്ന് പറയും. മല്ലിപ്പൊടി ഇട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് കേടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ രീതിയിൽ തയ്യാറാക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാലം അത് കേടുകൂടാൻ നമുക്ക് സൂക്ഷിക്കും. ഞങ്ങളുടെ കുഞ്ഞാനക്കൊക്കെ ഞങ്ങൾ വിദേശത്താകുമ്പോൾ ഞങ്ങൾ ഇങ്ങനത്തെ അച്ചാറൊക്കെ കൊടുത്തുവിടാറുണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് അവിടുത്തെ സുഹൃത്തുക്കൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പം നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. കാരണം അതുപോലെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത്. മറ്റുള്ള മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതിനേക്കാൾ വേറൊരു ടേസ്റ്റാണ് ഇതിന് കിട്ടുക. പക്ഷെ അന്ന് തന്നെ നമ്മൾ കൂട്ടരുത്. അന്ന് കൂട്ടിയാൽ തന്നെ ടേസ്റ്റ് ഉണ്ടെങ്കിലും 2-3 ദിവസം ഇത് ഇരുന്ന് കഴിയുമ്പോൾ ആ ബീഫിലേക്ക് ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും വിനാഗിരി ഒക്കെ ടേസ്റ്റ് നന്നായിട്ട് ഇറങ്ങി പിടിച്ച് കഴിയുമ്പോൾ നല്ലൊരു സോഫ്റ്റ് ആവും. അപ്പോൾ ആ അന്നേരം കൂട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പ്രിയപ്പെട്ടവർക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ തൊട്ടടുത്ത് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ് ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പം നല്ലൊരു വിഭവമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ. ഞാൻ പറഞ്ഞു എന്നെന്താ പറഞ്ഞ കേട്ടോടി? ഞാൻ ഇടയ്ക്ക് പറഞ്ഞു എന്ന് തോന്നിയിട്ടുണ്ട്. അത് നിങ്ങളിങ്ങനെ പറഞ്ഞു ഇളക്കുന്നതിനിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരെ? പറയേണ്ടി വരുമായിരുന്നു. അപ്പോൾ ബീഫ് നന്നായിട്ട് ഫ്രൈ ആക്കി നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഈടാ ബീഫ് നന്നായിട്ട് നമ്മൾ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ വേണം നമ്മൾ ആക്കിയെടുക്കാൻ. ഇതിപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾക്കൊന്നും എരിവ് വേണ്ട.